നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അലീനയ്ക്ക് പനിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മനുഷ്യങ്കർ കാണാൻ വരുന്നുണ്ട്. അവർ സംസാരിക്കുന്ന സമയത്ത് അലീന മനുഷ്യങ്ങളോട് പറയണേ, ഈ വീട്ടിലുള്ള അച്ഛനും എൻ്റെ സഹോദരന്മാരൊക്കെ എന്നെ ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. എനിക്കൊരു വയ്യായിക വന്നു കഴിഞ്ഞപ്പം അതെനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയൊക്കെ ആയിട്ടും ഒരാൾക്ക് മാത്രം ഒരു മാറ്റമില്ലെന്ന് പറഞ്ഞു. എനിക്കറിയാം, അതെ വൈജയന്തി മാഡമല്ലേന്ന് ചോദിച്ചു. അതെ, എന്ത് ചെയ്യാനാ, ചിലരിങ്ങനെയാ. കാട്ടുമൃഗങ്ങളുടെ സ്വഭാവ ചിലർക്ക്. ചില കാട്ടുമൃഗങ്ങൾ ഇങ്ങനെയാ, ഇണങ്ങത്തില്ല. എത്രയാന്ന് പറഞ്ഞാലും അകന്ന് നിൽക്കും. നമ്മൾ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ തീർന്നു. അതുപോലെ ചില മനുഷ്യന്മാരുടെ സ്വഭാവം, ആ ഒരു സ്വഭാവ ഗണത്തിൽപ്പെട്ടതാണ് ആൻറ്റി. അത്ര പെട്ടെന്നൊന്നും ഇണങ്ങത്തില്ല എന്ന് പറഞ്ഞു. ഈ കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരും നീ കയ്യിലെടുത്തില്ലേ, പക്ഷെ ആ ഒരെണ്ണത്തിനെ കയ്യിലെടുക്കാന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, ശരിക്കും എനിക്കിപ്പോൾ അത് തോന്നുന്നുണ്ട് മനുവേട്ട. ഞാൻ ആരുടെ സ്നേഹം കൊതിച്ചിട്ടാണോ വന്നേ, അവരുടെ സ്നേഹം മാത്രം എനിക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാവരുടെയും കിട്ടിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മനുഷ്യങ്കർ പറഞ്ഞു, അത് ശരിയാ, എൻ്റെ ഉൾപ്പെടെ അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന മനുഷ്യങ്കരെ ഒന്ന് നോക്കി. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മളിങ്ങനെ സ്നേഹം കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത് മനുവേട്ടാന്ന് പറഞ്ഞു. അതെ, ഞാനിപ്പോൾ എറണാകുളത്തിന് പോകാനായിട്ട് വരുന്ന വഴിയാണ് പനിയാന്നറിഞ്ഞ് ആ സമയത്ത് ഇവിടെ കയറിയതെന്ന് പറഞ്ഞു. അതിനെന്താ, മനുവേട്ടൻ പോയിക്കോളാൻ പറഞ്ഞു. ഓ, ഇപ്പം പോയിക്കോളാനായിട്ട്? അപ്പം എന്നെ കാണണമെന്നൊന്നും ഇല്ലായിരുന്നല്ലേ? പനിയാന്ന് അറിഞ്ഞിട്ട് ഒന്ന് വിളിച്ചു പറയുമെങ്കിലും ചെയ്തോ? അത് പിന്നെ ഞാനും വേണ്ട, അപ്പം ഞാൻ അന്യനാണല്ലേന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും പറയരുത്. മനുവേട്ടൻ വരുന്ന എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമില്ലേ? മനുവേട്ടൻ വന്നിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതൊന്നും ഞാൻ കാണുന്നില്ല മുഖത്ത്. അതൊക്കെ മനുവേട്ടൻ തോന്നുന്നല്ലേ, എനിക്ക് സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് രോഹിത് അടുക്കളയിൽ പോയി ചായയൊക്കെ വെക്കുവാണ്. രോഹിത്തിന് അത്ര പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അറിയാവുന്ന പോലെ രോഹിത് ആ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ചായയൊക്കെ എടുത്ത് നേരെ അലീനയുടെ റൂമിലേക്ക് വരുവാണ്. അതിനുശേഷം മനുഷ്യങ്കറിന് ചായ കൊടുത്തു. അലീനയ്ക്കും ചായ കൊടുത്തു, മനുഷ്യങ്കറിനും ചായ കൊടുക്കുകയാണ്. അപ്പം മനു ചോദിച്ചു, അല്ല നീ ചായയൊക്കെ വെക്കാൻ പഠിച്ചോന്ന് ചോദിച്ചു. അത്യാവശ്യം, അത്ര വലിയ ടേസ്റ്റൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല, ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞിട്ട് മനുഷ്യങ്ങൾ കുടിച്ചു. എന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, നല്ല ചായയാന്ന് പറഞ്ഞു. ആ സമയം രോഹിത്ത് പറഞ്ഞു, വേണ്ട, അലീന ചേച്ചി ഉണ്ടാകുന്ന ചായയുടെ 4 അയലൊക്കത്ത് പോലും ഈ ചായ എത്തത്തില്ല എന്ന് പറഞ്ഞു. ഈ സമയം മനുശങ്കർ വന്ന കാര്യം വൈജയന്തി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മനുശങ്കറുടെ സംസാരം കേട്ടിട്ടുണ്ടായിരുന്നു. ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് പനിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വന്നായിരിക്കും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. കുറേ സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് മനു പോകുന്നത്. അവന് പോകുന്നതിന് മുമ്പ് വൈജയന്തിയെ കയറി കാണുന്നുണ്ട്. അപ്പം വൈജയന്തിയെ കയറി കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി പറഞ്ഞു, എന്താ നിനക്കൊന്നും ജോലിയൊന്നും ഇല്ല മനു എന്ന് ചോദിച്ചു. അത് ഞാൻ കമ്പനിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാ, പിന്നെ ഇവിടെ നിന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചു. ഓ, തമ്പുരാട്ടിക്ക് പനി ആയതുകൊണ്ട് വന്നായിരിക്കും അല്ലേന്ന് ചോദിച്ചു. എന്തിനാ ആൻറ്റി എന്തിനാ വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ? അതുകൊണ്ട് ആൻറ്റിക്ക് എന്ത് പ്രയോജനം കിട്ടണേന്ന് ചോദിച്ചു. എടാ, എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടണ്ട, പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഉരുമ്പെട്ടവളുണ്ടല്ലോ, അവൾ ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എത്രയും പെട്ടെന്ന് തന്നെ അവൾ ഇവിടെ നിന്ന് അടിച്ചിറക്കണം എന്ന് എൻ്റെ ആഗ്രഹം. അത് നടക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു പറഞ്ഞു, ആൻറ്റി വെറുതെയാ, ചുമ്മാ പറയുന്ന. കാരണം ആൻറ്റി ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും അലീന ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല. അലീനയെ ഇവിടെയുള്ളവർ പറഞ്ഞു വിടുമെന്ന് തോന്നുന്നുണ്ടോ? ബാലേന്ദ്രനങ്ങളോ അല്ലെങ്കിൽ ആൻറ്റിയുടെ മക്കളോ? ഇപ്പം ആൻറ്റിയുടെ മക്കളെല്ലാം അലീനയ്ക്കൊപ്പ, പക്ഷെ ആൻറ്റി മാത്രമാണ് തിരിഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാ? ഇത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, അവൾ എന്തൊക്കെയോ കൈവശം കൊടുത്ത് അവരെല്ലാം മയക്കി വെച്ചിരിക്കുക. കൈവശം എൻ്റെ പൊന്നാൻറ്റി, അതൊക്കെ പറച്ചിലല്ലേ ഉള്ളൂ. പക്ഷേ അങ്ങനെയൊന്നുമല്ല, അലീന സ്നേഹമോ കൊടുക്കുന്നേ. ആൻറ്റി ഒന്ന് സ്നേഹിച്ച് നോക്കിക്കേ. അലീന പാവ, ആൻറ്റി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലാന്ന് പറഞ്ഞു. പിന്നെ പാവം, അവൾ ഈ വീട്ടിലേക്ക് വലുതുകാലം വെച്ച് എന്ന് കയറിയോ അന്ന് തുടങ്ങിയ കഷ്ടകാലം എന്ന് പറഞ്ഞു. ആൻറ്റി അതൊക്കെ ആൻറ്റിക്ക് തോന്നുക, അലീന വന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഒരു പക്ഷെ അലീന ഇപ്പോൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ രോഹിത്തിൻ്റെ പ്രശ്നം നടന്നു കഴിയുമ്പോൾ എന്ത് ചെയ്താനോ ആൻറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എനിക്കിങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ആക്സിഡൻറ്റ് അവൾ ഈ വീട്ടിലേക്ക് വന്നോണ്ടല്ലേ? ഉണ്ടാവത്തില്ലായിരിക്കും പോലും. അതെ, തലയെ പഠിച്ചൊരു കാര്യം നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അതിനിപ്പോൾ ആൻറ്റി എത്ര കണഞ്ഞ് പരിശ്രമിച്ചാലും ശരി, വീട്ടിലുള്ള ഒരാളുണ്ട് എൻ്റെ അമ്മ, ഇതുപോലെ തന്നെയാണ്, പറഞ്ഞാൽ തലയിലേക്ക് കയറില്ല. ഇപ്പം അനുഭവിക്കുന്നുണ്ട്. ഹരിയെ പുറത്തിറക്കാൻ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്, പക്ഷെ നടക്കണില്ല. ഇവിടെ അലീന ഉള്ളതുകൊണ്ട് രോഗത്തിനെ പുറത്തിറക്കാൻ പറ്റി. പക്ഷെ അതുപോലെയല്ല മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യം എന്ന് പറഞ്ഞു. ഇനിയെങ്കിലും ആൻറ്റി അത് മനസ്സിലാക്കാൻ പഠിക്കുക. അല്ലാതെ എപ്പം നോക്കിയാലും അലീനയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് ഒന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു.
ആൻറ്റിക്ക് മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഈ കുടുംബത്തിൽ സന്തോഷ സമാധാനമൊന്നും ഉണ്ടാകത്തില്ല. എന്തിനാ ആ മക്കളുടെ സന്തോഷ സമാധാനം കൂടെ വെറുതെ കെടുത്തുന്നത് എന്നൊക്കെ ചോദിച്ച് കുറേ പറയുന്നുണ്ട്. എവിടെന്ന് പോത്തിന് ചെവി വേദബോധിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞു കണക്കാ വൈജയന്തിയുടെ കാര്യം. വൈജയന്തിക്ക് ആരൊക്കെ ഉപദേശിച്ചെന്ന് പറഞ്ഞാലും ശരിയാകത്തില്ല. ബാലേന്ദ്രൻ്റെ മോളാണ്, അഭിഹിത സന്തതിയാണ് അവള് കാരണമാണ് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ ഒരു ചിന്താഗതിയായിരുന്നു വൈജയുടെ മനസ്സിൽ. ഒടുവിൽ മനുശങ്കർ തോറ്റു പിന്മാറുവാണ്. മനുശങ്കരനറിയാം തൻ്റെ വായിക്കാത്ത വെള്ളം പറ്റിക്കുന്നല്ലാതെ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന്. പിന്നീട് പകല് അലീനെ ശുശ്രൂഷിച്ച മൊത്തം രോഹിത്തായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വൈജയന്തി വന്നത് കണ്ടു. വൈജയന്തിക്ക് ഒട്ടും സഹിച്ചില്ല. അതിൻ്റെ പേരിൽ രോഹിത്തിനെ വിളിച്ചുകൊണ്ട് പോയി കുറേ ചീത്ത പറയുന്നുണ്ട്. നിനക്കിത് എന്തിൻ്റെ കേടാടാ, നിനക്ക് നാണം ഉണ്ടോടാ, അവളെപ്പോലുള്ള ഒരു ഒരുമ്പെട്ടവളെ ശുശ്രൂഷിച്ചുകൊണ്ട് അവൻ നിൽക്കുന്നു, ഇത്രയെങ്കിലും നാണമുള്ളവനാണെങ്കിൽ നീ അതൊന്നും ചെയ്യത്തില്ലടാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം രോഹിത്ത് വിട്ടുകൊടുക്കുവോ? എനിക്ക് വയ്യാതെ കിടന്ന സമയത്ത് അലീന ചേച്ചി ഉണ്ടായിരുന്നുള്ളൂ. ഈ പറയുന്നതിൻ്റെ അമ്മ പോലും ഇല്ലായിരുന്നു. ഞാൻ ഛർദ്ദിച്ച് കിടന്നപ്പോഴൊക്കെ ഛർദ്ദിൽ പോരാനൊക്കെ ആയിട്ട്. പിന്നെ എനിക്ക് അലീന ചേച്ചിയെ പരിചരിച്ചാൽ എന്താ കുഴപ്പം? എടാ ഞാനൊന്നും പറയണില്ല. ഈ വീടിന് അതിൻ്റെതായ ഒരു അന്തസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയാം. ആ അന്തസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അലീന ചേച്ചിയെ നോക്കണേന്ന് പറഞ്ഞിട്ട് രോഹിത്ത് അങ്ങോട്ടേക്ക് പോയി. വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആരും തന്നോടൊപ്പം നിൽക്കുന്നില്ല. അതാണ് വൈജയന്തിയുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ. ഏതിലും ഒരു മക്കള് അല്ലെ ഭർത്താവ് എങ്കിലും കൂടെ നിൽക്കുകയാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടുവാണ്, ചാവട്ടി തേക്കുവാണ് വൈജയന്തിയെ. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും ഭവിത വന്നു. ഭവിതയാണ് കോളേജ് വിട്ട് വരുവാണ്. അപ്പം ഭവിത വരണ സമയത്ത് ഭവിത അലീന ചേച്ചിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു രോഹിത്തിനോട്. ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കുറവുണ്ടോ പനി? കുറവുണ്ടെന്ന് പറഞ്ഞു. അല്ല രോഹിത്തേട്ടാ മനുവേട്ടൻ വന്നായിരുന്നു എന്ന് ചോദിച്ചു. വന്നായിരുന്നു. അതെന്താ അങ്ങനെ ചോദിച്ചേ? മനുവേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അലീന ചേച്ചിയുടെ പനി പകുതി കുറഞ്ഞു കാണുമായിരിക്കും എന്ന് പറഞ്ഞു. അതെന്താ? അതൊക്കെ അങ്ങനെയാന്ന് പറഞ്ഞു. അതെ ഞാനൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് എന്നും പറഞ്ഞിട്ട് ഭാവിത നേരെ മുറി കൊണ്ട് ഭാഗം വെച്ചിട്ട് അലീനയുടെ മുറിയിലേക്ക് പോവാണ്. ഈ സമയം രോഹിത്ത് എന്ത് ചെയ്തു? ചൂലൊക്കെയായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ കുറേ അടിച്ചു വരാനൊക്കെ ഉണ്ട്. അലീനയ്ക്ക് വയ്യാത്തതുകൊണ്ട് അടിച്ചു വരില്ല. മുറ്റത്തൊക്കെ കരിയിലും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. രോഹിത്ത് അടിച്ചു വരാൻ തുടങ്ങുവാണ് മുറ്റമൊക്കെ. ഈ സമയത്ത് ഭവിത അലീനയുടെ അടുത്തേക്ക് ഇല്ലുന്നേ. അലീനയുടെ അടുത്ത് നിന്ന് നെറ്റിയിലൊക്കെ തൊട്ട് നോക്കി. ചൂടൊക്കെ കുറഞ്ഞല്ലോ. അപ്പോഴേക്കും അലീന പറഞ്ഞു ഇപ്പം എനിക്ക് പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പ്രശ്നമില്ലാന്ന് പറഞ്ഞോണ്ടേ ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. മനുവേട്ടൻ വന്നായിരുന്നല്ലേ, അപ്പം തന്നെ പകുതി അസുഖം കുറഞ്ഞു കാണുമല്ലേ. അത് കേട്ടപ്പോൾ അലീന ഇങ്ങനെ നോക്കി. എനിക്കറിയാം, ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ കൈയും കാലും ദേഹമൊക്കെ ഒന്ന് തുടയ്ക്കണ്ടേന്ന് ചോദിച്ചു. അതൊന്നും വേണ്ട, സാരമില്ല, എന്നാലും കുളിക്കണ്ട, ഈ കാലൊക്കെ ഞാനൊന്ന് തുടച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെയാണോ രോഹിത്തിന് അലീന ചെയ്തത് അപ്പം അതുപോലെ തന്നെ ഭവിത ചെയ്യാൻ ഒരുങ്ങുകയാണ്. ചൂടുവെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് കൈയും കാലും ഒക്കെ തുടച്ചു കൊടുക്കുകയാണ്. അലീനയ്ക്കൊരു അമ്പരപ്പ് തോന്നി. കാരണം തനിക്ക് വേണ്ടി ഇവൾ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം രോഹിത്തിന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭവിത കണ്ടിട്ടുണ്ടായിരുന്നു, അലീന എങ്ങനെയാണ് അവനെ പരിചരിച്ചതെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ കൈയും കാലും ഒക്കെ തൂത്തുടച്ച് വൃത്തിയാക്കുകയാണ്. അലീനയ്ക്ക് ഭയങ്കര സന്തോഷം, അതിനേക്കാൾ ഒരു സങ്കടവും തോന്നി. പാവം, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മാറ്റം അവൾക്ക് ഉണ്ടായിരിക്കുന്നത്. തൻ്റെ സഹോദരിയാണ്, അനുജത്തിയാണ്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റൊരാളായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയൊക്കെ ചെയ്യില്ലായിരുന്നു. അങ്ങനെ കൈയും കാലും ഒക്കെ തുടച്ചതിന് ശേഷം ഭവിതോട് ഞാൻ ചായ വെച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. ചായ വെച്ച് റസ്ക്കും ചായയൊക്കെ ആയിട്ട് വന്നു. അലീനയോട് കഴിക്കാൻ പറഞ്ഞു. എനിക്ക് വിശക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് എന്ത് ചെയ്തു, ചായക്കകത്ത് മുക്കി റസ്ക് വായിലേക്ക് വെച്ച് കൊടുക്കണം അലീനയുടെ. അലീനയ്ക്ക് കണ്ണ് നിറഞ്ഞു വന്നു. തൻ്റെ അനുജത്തിമാർ അതൊക്കെ താൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചല്ല. ഒരു വയ്യാതെ കിടന്നു കഴിയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ ആരും ഉണ്ടാവുമെന്ന് കരുതിയതല്ല ഈ സമയത്ത്. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ സമയത്ത് രോഹിത്ത് മിറ്റോടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. കൃഷ്ണമോൾ അന്തം വിട്ടുപോയി. കൃഷ്ണമോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചയായിരുന്നു. കൃഷ്ണമോൾ പെട്ടെന്ന് നിന്നിട്ട് ചോദിച്ചു, ഇതെന്താ, ഞാൻ എന്താ സ്വപ്നം കാണുവാണോ? രോഹിത്താണ്ട് ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്ത്? അല്ലെങ്കിൽ മുറ്റമൊക്കെ അടിക്കണേ? അത് പിന്നെ അലീന ചേച്ചിക്ക് വയ്യല്ലോ, ഇനിയിപ്പോൾ അടിച്ചു വരാനായിട്ട് ഒരു കാര്യം ചെയ്യാം, അതവിടെ ഇട്ടേക്ക്, ഞാൻ ഇപ്പം തന്നെ വന്ന് അടിക്കാമെന്ന് പറഞ്ഞു. വേണ്ട, നീ സ്കൂൾ വിട്ട് മടുത്ത് വന്നാലേ ഒരു കാര്യം ചെയ്യേ, പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ചായ കുടിച്ചോ എന്ന് പറഞ്ഞു. ചായയോ? അതെ, ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫ്ലാസ്കിനകത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അതെ, ചായ കുടിച്ചോ, ഞാനിതൊക്കെ തൂത്തു വാരിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ രോഹിത്ത് അതൊക്കെ തൂത്തു വാരുവാണ്. കൃഷ്ണമോൾ കുറച്ച് സമയം അത് നോക്കിയിരുന്നു. കൃഷ്ണമോൾക്ക് മനസ്സിലായി രോഹിത്തിനുണ്ടായിരിക്കുന്ന മാറ്റം എല്ലാത്തിനും കാരണം അലീന ചേച്ചിയാണെന്നും അറിയാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.